ഫ്രണ്ട്സ്, മസാലക്കൂട്ടാണ് കേട്ടോ ഒന്ന് ആദ്യം കാണിക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ഇത്തിരി വെളുത്തുള്ളി, ഇഞ്ചി, നമ്മൾ ഗാർലിക്കും ജിഞ്ചറും ഇത്തിരി നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കറിക്ക് ആവശ്യമുള്ളത്. എണ്ണ ചൂടായിട്ടുണ്ട്. കറി എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. എന്നിട്ട് ഈ എണ്ണയ്ക്കകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് അതൊരു ചെറിയ കളർ വ്യത്യാസം മാറ്റം വരണം കേട്ടോ. അത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇടാം. ചുവന്നുള്ളി നമുക്കൊരു ശരിക്കും ബീഫിൽ ചുവന്നുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സവാളയേക്കാളും രുചിയാണ് ചുവന്നുള്ളി ഇടുന്നത്. ചിക്കനിൽ സവാള ഇടുന്നതായിരിക്കും നല്ലത്. സമയം ബീഫിൽ ചുവന്നുള്ളിയാണ് ഏറ്റവും സൂപ്പർ കേട്ടോ. അപ്പോൾ ഈ ചുവന്നുള്ളി ഇല്ലാത്തവർക്ക് സവാള വേണമെങ്കിൽ ഇടാം. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ. അത് കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്കിനി ചുവന്നുള്ളി ഇടാം. എല്ലാം ഒരേ രീതിയിലാണ് അരിഞ്ഞിരിക്കുന്നത്. അത് വാടി വരുമ്പോൾ നമുക്ക് ആ മസാലപ്പൊടികളും ഇടാം കേട്ടോ, എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഞാനിത് ചെയ്തത് ഇറച്ചി നന്നായി കഴുകി അതെല്ലാം കഴുകി അതിൻ്റെ അഴുക്കെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടാമതും ചെയ്യേണ്ടത് ഇറച്ചിക്കകത്ത് ഇത്തിരി ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അത്രയും മാത്രമേ 3 ഐറ്റം ഇട്ട് നന്നായി കൂട്ടി തിരുമ്മി ഒരു ദ്വാരമുള്ള പാത്രത്തിൽ വയ്ക്കുക. അപ്പോൾ അതിൻ്റെ അഴുക്കെല്ലാം വീണ്ടും പൊക്കോളും. എന്നിട്ട് അത് പിഴിഞ്ഞ് നമ്മൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ കുക്കറിലേക്ക് ഇറച്ചി ഇട്ടിട്ട് ഈ ഇറച്ചിയുടെ മീതെ കുറച്ച് 2 അല്ലെങ്കിൽ 2.5 സ്പൂണോ മല്ലിപ്പൊടി, പിന്നെ ഇത്തിരി കുരുമുളക് പൊടി, പെരിഞ്ജീരക പൊടി ഇട്ടിട്ട് വെളിച്ചെണ്ണ ഇത്തിരി ഒഴിച്ചിട്ട് നന്നായി കൂട്ടി തിരുമ്മി അത് വയ്ക്കാം. അതൊരു 4 വിസലിലോ 5 വിസലിലോ എങ്ങാനും ബീഫിൻ്റെ വേവ് അനുസരിച്ച് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് ഫ്രിഡ്ജ് എടുത്ത് വെച്ചാലും അത് എപ്പോൾ കറി ഉണ്ടാക്കിയാലും ഈ അരപ്പെല്ലാം ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ടുണ്ടാവും ഇറച്ചിക്കകത്ത്. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ ഈ വെളിച്ചെണ്ണ അധികം ആവശ്യമില്ല. നമുക്കിത് ഇങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ കേട്ടോ. അപ്പോഴത്തേക്കുണ്ടോ ആ ബീഫിലെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഇതിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി നല്ല വൃത്തിയാക്കി ഫ്രൈ ആക്കണമെങ്കിൽ ഫ്രൈ ആക്കാം, ചെറിയ തീയിലിട്ടിട്ട്. അല്ലെങ്കിൽ ചെറിയ ഗ്രേവി ആയിട്ട് എടുക്കണമെങ്കിൽ അതുപോലെ എടുക്കാം. ഞാൻ ഗ്രേവി ആയിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് പിറ്റേ ദിവസത്തേക്ക് ഇത് ഒന്നും കൂടി ഫ്രൈ ആക്കി എടുക്കും. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ബീഫ് കിട്ടുമ്പോൾ ഇങ്ങനെ വെക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഓക്കെ, ബൈ.